ഹലോ. അപ്പോൾ മൈ മൂവീസിലെ അടുത്ത ഒരു എപ്പിസോഡ് പഞ്ചായത്ത് ജെട്ടി. പഞ്ചായത്ത് ജെട്ടി എന്ന ഒരു സിനിമ വളരെ മനോഹരമായിട്ട് നമുക്ക് സമ്മാനിച്ച മറിമായം കൂട്ടുകെട്ടി ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സന്തോഷിപ്പിച്ചും മുമ്പോട്ട് പോയ ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. നമ്മുടെ എല്ലാം സ്വീകരണ മുറിയിൽ മറിമായം എന്ന് പറയുന്ന ഒരു ചാനൽ പ്രോഗ്രാം ഒരുപാട് സിനിമയിൽ വല്ലാതെ ക്യാരക്ടറുകളൊന്നും ചെയ്യാത്ത നമ്മളെ ചിരിപ്പിക്കുന്ന കുടുകൂടെ ചിരിപ്പിക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ ഒരു പ്രോഗ്രാമാണ് മറിമായം. സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ആ വിഷയത്തെ കോമഡി രൂപത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. ആ മറിമായത്തിലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും അഭിനയവും കാഴ്ചവെച്ച ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. തീർച്ചയായിട്ടും പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ കാണുന്നവർക്ക് തിയേറ്ററിലിരുന്ന് ചിരിക്കാനും ചിന്തിക്കാനുള്ള കണ്ടൻറ്റ് ആ സിനിമയിലുണ്ട്. മറിമായം എന്ന ആ ഒരു TV പ്രോഗ്രാമിനെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ ഉഗ്രൻ ഒരു സിനിമ, പൊളിറ്റിക്കൽ സ്റ്റോറി പറയുന്ന ഒരു സിനിമ, നർമ്മ രൂപത്തിലും നമുക്ക് ചിന്തിക്കേണ്ട രൂപത്തിലും പറഞ്ഞു തന്ന ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് ഇരിക്കേണ്ട ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. കൊച്ചിയുടെ മനോഹാരിത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കൊച്ചിയിലെ നമ്മൾ കാണേണ്ട പല ഏരിയകളും നിറഞ്ഞു നിൽക്കുന്ന ഫ്രെയിമുകൾ അടിപൊളിയായിട്ട് ചിത്രീകരിച്ചൊരു സിനിമ കൂടിയാണ്. ഓരോ കഥാപാത്രങ്ങളും അവർക്ക് കിട്ടിയ അവരുടെ കഥാപാത്രങ്ങൾ ക്യാരക്ടറുകൾ വളരെ മനോഹരമായി അഭിനയിക്കുകയും ചെയ്തൊരു സിനിമ കൂടിയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് ഏകദേശം ഒരാഴ്ച പ്ലേ ചെയ്ത സിനിമ നെക്സ്റ്റ് OTTയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ തിയേറ്ററിൽ കാണാൻ സാധിക്കാത്ത പ്രിയ പ്രേക്ഷകർ തീർച്ചയായിട്ടും OTTയിലൂടെ കാണേണ്ട ഒരു സിനിമ കൂടി തന്നെയാണ്.